ഇന്നലെയാണ് നീർക്കുന്നം ഗവൺമെന്റ് യു പി സ്കൂളിൽ അവിടേക്ക് ജി സുധാകരൻ MLA ചെന്ന് അനാവശ്യമായ ചില ഇടപെടലോടെ നടത്തുന്നത്. ഇവിടെ പറഞ്ഞ പോലെ ജില്ലയിലെ ഏറ്റവും മികച്ച ഗവൺമെന്റ് യു പി സ്കൂളാണ്. ആ യു പി സ്കൂളിനെ തകർക്കാൻ 2 വർഷമായി ഇന്നലെ അവിടെ വന്ന് അതിക്രമം കാണിച്ച കൂടെ വന്ന കോൺഗ്രസ്സുകാരനായ ഒരുത്തൻ കൂടി ചേർന്ന് നിരന്തരമായി പരാതിയും ആക്ഷേപവും പറഞ്ഞു പരത്തിക്കൊണ്ടിരിക്കുക. 2000 പേജ് എടുത്തു കൊടുക്കേണ്ടി വരുന്ന എന്താ പറയുക ഈ വിവരാവകാശം കൊടുക്കുക. അപ്പൊ 1500 കുട്ടികൾ പഠിക്കുന്ന സ്കൂള് നടത്തിക്കൊണ്ടു പോകാൻ അവിടുത്തെ HMമാര് അധ്യാപകർ നടന്ന പ്രയാസം അത്രമാരിൽ വലുതാണ്. അത്രയും പേർക്ക് ഭക്ഷണം ഉണ്ടാകും എല്ലാ ദിവസവും. ആലോചിച്ച് നോക്കുക, എല്ലാ ദിവസവും 1500 കുട്ടികൾക്ക് ഭക്ഷണം ഉണ്ടാക്കും. അവിടെ 3ാമത്തെ HMമായി ആള് വയ്യാന്ന് പറഞ്ഞ് പോവാണ്. ഈ ഭക്ഷണത്തിന് ചുമല ഏറ്റെടുക്കാൻ അധ്യാപകർ തയ്യാറാവുന്നില്ല. ആ സ്കൂളിനെ തകർക്കാനുള്ള പണി ആരംഭിച്ച് ഏതാണ്ട് വിജയിക്കുകയാണ്. ഇവര് അധ്യാപകർ വയ്യാതെ പോയിക്കൊണ്ടിരിക്കും, തിരിച്ചു പോകുന്നു. അതിനാക്കം കൂട്ടാൻ വേണ്ടി ചെന്നിരിക്കുകയാണ് ഇദ്ദേഹം. അവിടെ ഞാൻ MLA ആയിരിക്കുമ്പോൾ കഴിഞ്ഞ ഗവൺമെന്റ് സമയത്ത് 3,90,00,000 രൂപ മുടക്കി പുതിയ കെട്ടിടം നിർമ്മിക്കാൻ കിഫ്ബിയിലെ പൈസ അനുവദിച്ചു. അതിന്റെ AC കിട്ടി, TS കിട്ടി, ടെൻഡർ ചെയ്ത് ഇലക്ഷൻ മുമ്പ് തന്നെ അതിന്റെ നിർമ്മാണം ഉദ്ഘാടനം ചെയ്തു. പെരുമാറ്റച്ചട്ടം വന്നപ്പോൾ സ്വാഭാവികമായിട്ടും പഴയ കെട്ടിടം പൊളിക്കാൻ അത് ടെൻഡർ ചെയ്യാൻ കഴിഞ്ഞില്ല. പഞ്ചായത്തിന്റെ നിയന്ത്രണത്തിലാണ് ആ സ്കൂള്. UP സ്കൂൾ ആയതുകൊണ്ട് പഞ്ചായത്തിന്റെ ചുമതലയിലാണ് ആ സ്കൂള്. പഞ്ചായത്ത് വേണ്ടി ചർച്ച ചെയ്ത് തീരുമാനിച്ച് അത് പഴയ കെട്ടിടം അതിന്റെ വാല്യുവേഷൻ എടുത്ത് അൺഫിറ്റായ കെട്ടിടമുണ്ട്. അവിടെ പഴയ ഒരു അസംബ്ലി ഹാളുണ്ട്, ഒരു സ്വകാര്യ വ്യക്തി പണിത് കൊടുത്ത സ്റ്റേജുമുണ്ട്. അത് പൊളിച്ച് പുതിയ ഓഡിറ്റോറിയം, അതിന്റെ മുകളിൽ ക്ലാസ് മുറി, വടക്കേ ഭാഗത്തെ ഇപ്പോൾ പുതുതായി കഴിഞ്ഞ വർഷം ഉദ്ഘാടനം ചെയ്ത കെട്ടിടത്തിന് പുറത്ത് ബാക്കിയുള്ള ക്ലാസ് മുറി 3,90,00,000 LDF ഗവൺമെന്റ് അനുവദിച്ചതാണ്. ഇയൊക്കെ വല്ല കാര്യമുണ്ട്? അത് മര്യാദയ്ക്ക് അദ്ദേഹം നടപ്പാക്കിയ പോരെ. ഒരു MLA മാറി പുതിയ MLA വന്നാൽ അത് തുടർന്ന് കൊണ്ടുപോകാന്നുള്ളതല്ലേ നേരാമണ്ണം ചെയ്യേണ്ട പണി. അത് നിയമപരമായി കെട്ടിടത്തിന്റെ വാല്യുവേഷൻ എടുത്തു. വാല്യുവേഷൻ എടുക്കുന്നത് LSCD ആണ്, എഞ്ചിനീയർമാരാണ് എടുക്കുന്നത്. 1,10,000 രൂപ അതിന്റെ വാല്യുവേഷൻ. പഞ്ചായത്ത് സ്കൂളും കൂടി ടെൻഡർ ചെയ്തത് ഏതാണ്ട് 60 മേൽ ആളുകൾ ലേലം പിടിക്കാൻ വന്നു. ലേലം ചെയ്ത് കഴിഞ്ഞപ്പോ 4,60,000 രൂപ GST ഉൾപ്പെടെ അല്ലേ ഹരിസ്, 4,64,000 രൂപ. 1,10,000 രൂപ വാല്യുവേഷനുള്ള കെട്ടിടത്തിന് 4,60,000 രൂപ വാല്യുവേഷൻ, 4 ഇരട്ടി പൈസ ഗവൺമെന്റിലേക്ക് കിട്ടുകയാണ്. അങ്ങനെ ടെൻഡർ ചെയ്ത് അത് കൃത്യമായി പൊളിച്ചു മാറ്റി പുതിയ കെട്ടിട നിർമ്മാണം ആരംഭിക്കണം. ഇത് പൊളിച്ചാലേ അടുത്ത് നിർമ്മിക്കാൻ പറ്റുമോ അവിടെ? അല്ലാതെ എവിടെയെങ്കിലും നിർമ്മിച്ച് തള്ളിക്കൊണ്ടുവരാൻ പറ്റുമോ? ഈ വലിയ കെട്ടിടം അല്ല ഓഡിറ്റോറിയം കെട്ടിക്കൊണ്ട് അങ്ങനെ കൊണ്ടുവരാൻ പറ്റുമോ? അത് നിയമപരമായിട്ടുള്ള കാര്യം. അദ്ദേഹം പറയുന്ന അനുവാദം മേടിച്ച് ആരുടെ അനുവാദമാണ്? അനുവാദം വിദ്യാഭ്യാസ വകുപ്പിന്റേതാണ്. വാല്യുവേഷൻ എടുക്കേണ്ടത് LSCD അല്ലെങ്കിൽ PWD. പഞ്ചായത്തിന് കീഴിലുള്ള സ്കൂളായതുകൊണ്ട് LSCD എടുക്കണം. എടുത്തു, അവർ ലേലം ചെയ്തു. പൊളിക്കുന്നതിന് മുമ്പ് വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥന്മാരുടെ അനുവാദം വാങ്ങിച്ചു. അനുവാദം രേഖാമൂലം കിട്ടി. ഇന്നലെ ഹാരിസും പഞ്ചായത്ത് ബസിനും കൂടെ കാണിച്ചില്ലേ ഉത്തരവ്? അത് പോരാന്ന് ജീവസ്വാരം പറയാം. എന്താ ചട്ട ഇയാൾ ഉണ്ടാക്കുന്ന? നിലവിലൊക്കെ നിയമം അനുസരിച്ചല്ലേ ഓരോ സ്കൂളും പഞ്ചായത്തും ഒക്കെ പ്രവർത്തിക്കുന്നത്. അവിടെയൊക്കെ എന്ന് പറഞ്ഞ എന്താണ്? പഞ്ചായത്തുകാർ അഴിമതിക്കാര്, SMCക്കാർ അഴിമതിക്കാര്, ടീച്ചർമാർ അഴിമതിക്കാര്. ആര് പറഞ്ഞു വിവരം? CPM ഭരിക്കുന്ന പഞ്ചായത്താണ്. ആ പഞ്ചായത്ത് ഭരിക്കുന്ന ആരാണ് അഴിമതിക്കാരായിട്ട് നിങ്ങൾക്ക് ബോധ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ പരസ്യമായിട്ട് നിങ്ങൾ ആക്ഷേപം ഉന്നയിക്കും. ഇന്നയാൾ ഇന്ന കാര്യം ചെയ്തു എന്ന് പറ, അല്ലെ ഗവൺമെന്റ് രേഖ എഴുതി കൊടുക്ക്. മണ്ണെടുത്തോണ്ട് പോയി, എളുപ്പമല്ലേ പറയാൻ? തെറ്റിപ്പോയി പുള്ളിക്ക്. വന്നൊരു കോലാഹലം ഉണ്ടാക്കി. TVക്കാരൻ നിങ്ങളെ കൊണ്ടല്ലേ വന്നത്, മാധ്യമങ്ങൾ പോരാൻ പറഞ്ഞു അങ്ങോട്ട്. ഈ നാടകം കളിക്കാൻ വന്നില്ലെങ്കിൽ മാധ്യമങ്ങൾ വരുമോ? അന്വേഷിക്കാൻ വന്നാണെങ്കിൽ എന്തിനാ മാധ്യമങ്ങളെ കൂട്ടിക്കൊണ്ടുവന്നതിനാ? വന്ന് സാധാരണ ഒരു അഭ്യാസം നടത്താൻ വന്നതാണ്. ഇവിടുന്ന് മണ്ണെടുത്തോണ്ട് പോവാണ് ചോദിക്കാൻ വന്നു. ജീസ്വാൻ ഇടപെട്ടു. ഒരു വലിയ വാർത്ത സംസ്ഥാന സ്ഥലത്ത് വരും. ഇതിനു വേണ്ടി വന്നതല്ലേ? പറ്റിപ്പോയ പ്രശ്നം എന്ന് ചോദിച്ചാൽ അവിടെ CCTV വെച്ചിട്ടുണ്ടായിരുന്നു. SMC പൈസ മുടക്കി സ്കൂളിൽ CCTV ഉണ്ട്. 24 മണിക്കൂർ വർക്കിംഗ് ആണ്. അവിടെ പൊളിക്കാതെ നിൽക്കുന്ന കെട്ടിടം തൊട്ട് പൊളിക്കുന്ന കെട്ടിടം പൊളിക്കുന്നത് കാണാം, പൊളിച്ച് താഴെ വയ്ക്കുന്നത് കാണാം, വണ്ടിയെ കയറ്റുന്നത് കാണാം, വണ്ടി കൊണ്ടുപോകുന്നത് കാണാം. ഇതെല്ലാം ഉണ്ട്. ഞാൻ തന്നെ SMC ചെയർമാൻ, ഏരിയ കമ്മിറ്റി അംഗം കൂടി ആയതുകൊണ്ട് ഞാൻ തന്നെ പറഞ്ഞു, ചില നിർദ്ദേശം കൊടുത്തിരുന്നു. അതിന്റെ ഭാഗമായിട്ട് അവർ തീരുമാനിച്ചു. പഞ്ചായത്തും അവർ നന്നായി തീരുമാനിച്ചു. അവർ തീരുമാനിച്ച കാര്യം എഞ്ചിനീയറോട് പറഞ്ഞിട്ട്
എഞ്ചിനീയർ ചുമതലപ്പെടുന്ന ഉദ്യോഗസ്ഥർ അവിടെ കാണണം. രാത്രി 7 മണി വരെ ഒരു ഓഫീസർ അവിടെ ഉണ്ട്. എല്ലാ ദിവസവും, ഒരു ദിവസവും എല്ലാ ദിവസവും. സ്കൂളാണെങ്കിൽ ടീച്ചർമാർക്ക് മാറ്റി മാറ്റി ഡ്യൂട്ടി കിട്ടും. ഇത് കൊണ്ടുപോകുന്ന ഉത്തരവാദിത്തമായിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. ഇത്രയും വൃത്തിയായി ആ പഞ്ചായത്തും സ്കൂളുകാരും കൂടി ഇത് മനോഹരമായി ചെയ്ത് അവിടെ ഒരു വികസന കാര്യം ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കുമ്പം അതിനെ ആക്ഷേപിക്കാൻ വന്നതല്ല. ഈ CCTV ഇല്ലായിരുന്നെങ്കിൽ ഇവിടെ നാടകം നടന്നേനെ. അതുണ്ടായിരുന്നുകൊണ്ടാണ്. അവര് കള്ളന്മാരാണെന്ന് പറഞ്ഞാൽ തിരിച്ചു വർത്താനം പറയത്തില്ലേ? ഹാരിസ് പറഞ്ഞ് മാത്രമേ വീഡിയോ ആയിട്ട് പുറത്തു വന്നിട്ടുള്ളൂ. ആ സമയത്താണ് ക്യാമറ വന്നത്. ക്യാമറ വരുന്നതിന് മുമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് ഹരിദാസ് സംസാരിക്കുന്നുണ്ട്. അതിനു മുമ്പ് പ്രശാന്ത് സ്കൂട്ടി സംസാരിക്കുന്നുണ്ട്. വൃത്തിയായിട്ട് പറയേണ്ടതെല്ലാം അവരെല്ലാം കൃത്യമായി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ജി സുധാകരന് എന്താണ് ഈ കാര്യം എന്നുള്ള കാര്യം. ഒരു കാര്യം ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. താങ്കൾ ജയിച്ചുപോയി MLA ആയി എന്നുള്ളത് കൊണ്ട് എന്ത് വിവരക്കേട് പറഞ്ഞാലും അതെല്ലാം തലകുലുക്കി കേൾക്കാൻ അമ്പലപ്പുഴയിലെ CPM പ്രസ്ഥാനം തീരുമാനിച്ചിട്ടില്ല എന്ന് ജി സുധാകരൻ മനസ്സിലാക്കിയോണം. അത് തീരുമാനിച്ചിട്ടില്ല. ഞങ്ങള് ജയിച്ച എങ്ങനെയാന്ന് ഇവിടെ പറഞ്ഞില്ലേ? ഞങ്ങൾ അംഗീകരിക്കുകയല്ലോ നിങ്ങൾ ജയിച്ച കാര്യം. സംസ്ഥാനം മൊത്തം UDF ജയിച്ചു. ഇവിടെ പറഞ്ഞല്ലോ 10,000-ന് മേലെ BJP വോട്ട് വിലക്കി മേടിച്ചില്ലേ നിങ്ങള്? രഹസ്യമായ കച്ചവടമല്ലേ? ആ 10,000 വോട്ട് നിങ്ങൾ ഇലക്ഷൻ ജയിക്കാൻ BJPയുടെ കയ്യിൽ നിന്ന് വാങ്ങിയതിന് പ്രത്യുപകാരമാണ് ഇവിടെ സഖാവ് ശ്യാംജി പറഞ്ഞത്. ഇന്ന് പോയി നിങ്ങൾ നോക്കുക, ആലപ്പുഴ മെഡിക്കൽ കോളേജിന്റെ സർക്കാർ വക ഭൂമിയിൽ, ആരുടെ പേരിലെ സ്ഥലം? ഗവർണറുടെ പേരിലല്ലേ? സർക്കാർ വക ഭൂമി എങ്ങനെയാണ് ഒരു സ്വകാര്യ സംഘടനയ്ക്ക് പതിച്ചു കൊടുക്കാൻ പറ്റുന്നത്? എങ്ങനെയാ? ഏത് ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ്? ജി സുധാകരൻ പറഞ്ഞതിന്റെ ഭാഗമായി കൊടുത്തിരിക്കുകയാണ്. എന്നിട്ട് പൊതുച്ചോറ് കൊടുക്കാൻ പാടില്ല എന്ന ആക്ഷേപം. എന്തിനാ ഇപ്പൊ ആക്ഷേപം പറഞ്ഞെന്നറിയോ? ഈ കള്ളി വെളിച്ചതാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നേരെ തകിടം പറഞ്ഞിപ്പോ വർത്താനം പറഞ്ഞിരിക്കുകയാണ്. ആ മെഡിക്കൽ കോളേജ് ഉദ്യോഗസ്ഥന്മാരോടും കലക്ടറോടും സേവാഭാരതിക്ക് അവിടെ ഇത് നിർമ്മിക്കാൻ അനുവാദം കൊടുത്തോളാൻ പറഞ്ഞതിന് ശേഷം വിവാദമായി ഒരുപാട് സംഘടനകൾ പ്രതിഷേധമായി രംഗത്ത് വന്നു. UDFിലെ രണ്ടാമത്തെ കക്ഷി മുസ്ലിം ലീഗും പരസ്യമായി രംഗത്ത് വന്നപ്പോ പതുക്കെ ഊരിക്കൊണ്ടുപോവാണ്. തിരിച്ചു പറയാണ് ഇപ്പോ DYFIയുടെ പൊതുച്ചോറ് വിതരണം ആക്ഷേപിക്കുകയാണ്. എന്ത് മനുഷ്യനാണെന്ന് ആലോചിച്ച് നോക്ക്. എത്ര പേരാണ് കണ്ണീരോടെ ആ പൊതുച്ചോറ് വാങ്ങിക്കൊണ്ട് കഴിക്കുന്നത്? രാഷ്ട്രീയമുണ്ടോ അതിനകത്ത്? ആ ഭക്ഷണത്തിൽ രാഷ്ട്രീയമുണ്ടോ? വാങ്ങുന്ന വീട്ടുകാർ രാഷ്ട്രീയം വ്യത്യസ്തമല്ലേ? വാങ്ങിക്കടിക്കുന്ന മനുഷ്യന്മാർ വ്യത്യസ്തമായ രാഷ്ട്രീയമല്ലേ? അത്രയും മനോഹരമായ, അത്രയും ഭംഗിയായ ഒരു ജീവകാരുണ്യ പ്രവർത്തനം എത്രയോ വർഷങ്ങളായി DYFI സംഘടിപ്പിക്കുന്നു. അവിടെ DYFI ആണ് ഏറ്റവും കൂടുതൽ ഭക്ഷണം ഉച്ചയ്ക്ക് കൊടുക്കുന്നത്. DYFI മാത്രമല്ല, അവിടെ ഈ പറഞ്ഞ സേവാഭാരതി ഒരു നേരം ഭക്ഷണം കൊടുക്കുന്നുണ്ട്. CH സെന്റർ വേറെ ഒരു നേരം ഭക്ഷണം കൊടുക്കുന്നുണ്ട്. അതിനകത്ത് രാഷ്ട്രീയം നമ്മൾ കാണുന്നില്ല. ജനങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്ന കാര്യം അതിനെ പോലും തന്റെ സ്വാർത്ഥമായ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി കൊടുക്കുന്ന DYFI ആണ്. അതുകൊണ്ട് 10 പള്ളു പറഞ്ഞേക്കാം എന്ന് തീരുമാനിച്ചല്ലേ നിങ്ങൾ വർത്തമാനം പറഞ്ഞത്? എന്താണ് കേരളത്തിന് പ്രതികരണം ഇപ്പൊ മനസ്സിലായില്ലേ?